നമസ്കാരം. ഞാൻ ഇന്നിവിടെ ബീറ്റ്റൂട്ട് കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂണ് പൊട്ടുകടലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കണത്, നല്ലോണം അങ്ങോട്ട് ചോക്കണ്ട, ഏകദേശം. അപ്പോൾ നമ്മുടെ പൊട്ടുകടല ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു 8 ചുവന്നുള്ളി, അതുപോലെ 3 ചെറിയ വെളുത്തുള്ളി, പിന്നെ 1 തണ്ട് കറിവേപ്പില കേട്ടോ. നമ്മളിതിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുത്തില്ല കേട്ടോ. അതൊന്ന് ഏകദേശം നന്നായി വരട്ടെ, ചുവന്ന് വരട്ടെ. നമ്മളിതിലേക്ക് ഇടുന്നത് 1 ബീറ്റ്റൂട്ട് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണ് ഞാനിത്. ഇതൊന്ന് ഏകദേശം നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. ഈ എണ്ണയിൽ കിടന്നിട്ട് കുറച്ച് സമയം, ഒരു പകുതി വേവെങ്കിലും ആവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഉണ്ടോ നന്നായി വെന്ത് ചുരുങ്ങിയുണ്ടോ, നേരത്തെ പോലെയല്ല, നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ടോ. ഇതിപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു, അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ അരയ്ക്കണത്. അപ്പോൾ ചമ്മന്തിക്ക് എപ്പോഴും വെളിച്ചെണ്ണ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഞാനിതിൽ 1/2 ഗ്ലാസ് തേങ്ങ ആയിട്ട് ഇടണത്. 1/2 ഗ്ലാസ്സാണ് തേങ്ങ. അപ്പോൾ തന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ആ നാളികേരത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഒരു നല്ലൊരു മണം, അത് വരണ വരെ നമുക്കൊന്നൊന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരം ഇട്ടു. നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നു കേട്ടോ. അത്ര മതി, നന്നായി അങ്ങോട്ട് വറക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തിര കാര്യങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി ഞാനിത് ചൂടാറിയിട്ട് അരച്ച് വരാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് വരാം കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് അരച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ചമ്മന്തി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.